കഥയുടെ തുടക്കത്തിൽ തന്നെ സമപ്രായക്കാരായ രണ്ട് സുഹൃത്തുക്കളെയാണ് കാണിക്കുന്നത്. അതിൽ ഒരാൾ രാജകുടുംബത്തിലെ അംഗമാണ്, ലീ ജോങ്. മറ്റേയാൾ അതേ രാജകൊട്ടാരത്തിലെ അടിമയുടെ മകനാണ്. അവനാണ് നമ്മുടെ കഥാനായകനായ ചിയോൺ. ആ കാലഘട്ടത്തിൽ ഒരിക്കലും രാജകുടുംബത്തിലെ അംഗം അടിമയെ സുഹൃത്തായി കാണാൻ പാടില്ല. എന്നാൽ ലീ ജോങ് അതൊന്നും കാര്യമാക്കാറില്ല. അവന് വലുത് അവന്റെ സുഹൃത്ത് ചിയോനാണ്. ഇദ്ദേഹമാണ് രാജാവ് സിയോൺ ജോ. രാജാവ് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ല. സ്വന്തം കാര്യത്തിന് മാത്രം മുൻഗണന കൊടുക്കുന്ന ഒരു സെൽഫിഷ് ആയിട്ടുള്ള രാജാവാണ് ഇദ്ദേഹം. ജനങ്ങൾക്കൊക്കെ അദ്ദേഹത്തെ ഭയങ്കര പേടിയാണ്. അവര് രാജാവിനെ ബഹുമാനിക്കുന്നത് യഥാർത്ഥത്തിൽ ബഹുമാനമുള്ളത് കൊണ്ടൊന്നുമല്ല, പകരം ഭയമുള്ളത് കൊണ്ട് മാത്രമാണ്. ആ രാജ്യത്ത് ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയമാണ് ഭരണാധികാരികളും സാധാരണ മനുഷ്യരും അടിമകളും എല്ലാവരും ഒരേ മനുഷ്യരാണ്. എല്ലാവരുടെയും ശരീരത്തിലുള്ളത് ഒരേ രക്തമാണ്. അതുകൊണ്ട് എല്ലാവരെയും ഒരേപോലെ കാണണം. അപ്പോൾ ഇത് മനസ്സിലാക്കിയ രാജാവിന് നല്ല ദേഷ്യം വന്നു. ആ പണ്ഡിതനെ പടയാളികൾ രാജാവിന്റെ കൊട്ടാരത്തിൽ പിടിച്ചുകൊണ്ടുവന്നു. നിനക്ക് എങ്ങനെ ധൈര്യം വന്നു രാജാക്കന്മാരും സാധാരണക്കാരും ഒരേ മനുഷ്യരാണ് എന്ന് എഴുതി വെക്കാൻ? അതും പറഞ്ഞുകൊണ്ട് രാജാവ് ആ പണ്ഡിതന്റെ നാക്ക് അറുത്തെടുത്തു. രാജാവ് അദ്ദേഹത്തെ ക്രൂരമായി കൊന്നുകളയുകയും അദ്ദേഹത്തിന്റെ തല വെട്ടി തെരുവിൽ ജനങ്ങൾക്ക് കാണാൻ വേണ്ടി കെട്ടിത്തൂക്കുകയും ചെയ്തു. ജനങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കണം എന്നാണ് രാജാവ് പറഞ്ഞത്. ഇനി നമ്മുടെ കഥാനായകനായ ചിയോണിനെ കുറിച്ച് പറയാം. അവന്റെ അമ്മ കൊട്ടാരത്തിലെ ഒരു അടിമയാണ്. എന്നാൽ അവന്റെ അച്ഛൻ ഒരു സാധാരണക്കാരനുമാണ്. രാജ്യത്തെ നിയമം അനുസരിച്ച് മാതാപിതാക്കൾ അടിമകളാണെങ്കിൽ അവരുടെ മക്കളും അടിമകളായിരിക്കും. രാജകൊട്ടാരത്തിലെ കോടതിയിൽ വെച്ച് ചിയോണിന്റെ അച്ഛൻ വാദിക്കുകയാണ്. എന്റെ ഭാര്യ മാത്രമാണ് അടിമ, ഞാൻ ഒരു അടിമയല്ല, അതുകൊണ്ട് എന്റെ മകനും അടിമയാവാൻ പാടില്ല. എന്നാൽ കോടതി പറഞ്ഞത് നിന്റെ ഭാര്യ ഒരു അടിമയായിരുന്നു. ഈ കുട്ടി ജനിച്ചത് അവളുടെ ശരീരത്തിൽ നിന്നല്ലേ, അതുകൊണ്ട് ഇവനും അടിമയായിരിക്കും. അതാണ് കോടതിയുടെ വിധി. അപ്പോൾ അത് കേട്ട് ചിയോണിന്റെ അച്ഛൻ പൊട്ടിക്കരയുകയാണ്. കാരണം തന്റെ മകനും ഇനി മരണം വരെ കൊട്ടാരത്തിൽ അടിമയായിട്ട് ജീവിക്കണം. ചെറുപ്പത്തിലെ അടിമയായി കൊട്ടാരത്തിലെത്തിയ ചിയോണ് അനുസരണയില്ലാതെയാണ് വളർന്നത്. അവന് അവന്റേതായ രീതിയിൽ ജീവിക്കണം. അതുകൊണ്ട് എന്നും കൊട്ടാരത്തിലെ അംഗങ്ങളും പടയാളികളും ചിയോണിനെ ശിക്ഷിക്കും. രാജകൊട്ടാരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ 60-ലധികം ബെഡ്റൂംസ് ഉണ്ട്. ഒരുപാട് അടിമകളാണ് രാജകൊട്ടാരത്തിൽ പട്ടിയെ പോലെ പണിയെടുക്കുന്നത്. അപ്പോൾ കൊച്ചു കുട്ടികളെ പോലും അവര് പണിയെടുപ്പിച്ച് അവരൊക്കെ മരണപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെ ചിയോണ് ഒരു രാത്രി കാണുന്ന കാഴ്ച ഒരു അടിമയായ കുട്ടി അമിതമായി പണിയെടുത്ത് മരണപ്പെട്ടതാണ്. അപ്പോൾ കൊട്ടാരത്തിലെ എല്ലാ അടിമകളും പൊട്ടിക്കരയുകയാണ്. നമ്മൾക്ക് ഒരു നാൾ വരും, അന്ന് നമ്മൾ ഇതിനോടൊക്കെ തിരിച്ച് പകരം ചോദിക്കുമെന്ന് ആ അടിമകൾ സങ്കടത്തോടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചിയോൺ സങ്കടത്തോടെ കാണുകയാണ്. അവന്റെ കൊച്ചു മനസ്സിലും രാജകുടുംബത്തിലുള്ളവരോട് ചെറുപ്പം മുതലേ പകയാണ്. പക്ഷെ ഒരാളൊഴിച്ച്, അവനാണ് നമ്മൾ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞ രാജകുടുംബത്തിലെ അംഗമായ ലീ ജോങ്. ലീ ജോങ് തന്റെ സമപ്രായക്കാരനായ ചിയോൺ എന്ന അടിമയായ പയ്യനെ തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണ് കണ്ടത്. കൊട്ടാരത്തിലെ രാജാക്കന്മാർക്ക് വേണ്ടി വെച്ചുണ്ടാക്കിയ ഭക്ഷണമൊക്കെ ലീ ജോങ് തന്റെ സുഹൃത്തിന് കഴിക്കാനായി കൊണ്ടുവരും. അങ്ങനെയാണ് അവര് രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയത്. ഒരു രാത്രി ലീ ജോങ്ങിനോട് ചിയോൺ പറയാണ്, ഞാൻ ഇന്ന് രാത്രി കൊട്ടാരത്തിൽ നിന്ന് ചാടി പോവുകയാണ് എന്റെ അച്ഛനെ കാണാൻ വേണ്ടി. ലീ ജോങ് ചിയോണിനെ തടയാനൊന്നും നിന്നിട്ടില്ല. അങ്ങനെ ചിയോൺ തന്റെ അച്ഛനെ കാണാനായി വീട്ടിലേക്ക് ഓടിയെത്തിയപ്പോൾ കാണുന്ന കാഴ്ച തന്റെ അച്ഛൻ മരത്തിൽ തൂങ്ങി മരിച്ചതാണ്. അത് കണ്ട് ചിയോൺ പൊട്ടിക്കരയുമ്പോൾ രാജാവിന്റെ പടയാളികൾ അവിടെ എത്തുകയും കൊട്ടാരത്തിൽ നിന്ന് ചാടിപ്പോയ ചിയോണിനെ പിടികൂടുകയും ചെയ്തു. സോ ലീ ജോങ്ങിനെ പരിശീലിപ്പിക്കുന്നത് ചിയോൺ ദിവസവും കാണാറുണ്ട്. അതിന്റെ സകല മൂവ്മെന്റ്സും ചിയോൺ മനസ്സിൽ പഠിച്ചു വെക്കും. എന്നാൽ ലീ ജോങ് ആണെങ്കിൽ എങ്ങനെയും പഠിക്കുന്നില്ല. അവന് പരിശീലനത്തിനിടെ നല്ല തല്ല് കിട്ടാറുമുണ്ട്. അങ്ങനെ ഒരു രാത്രി ഉറങ്ങിക്കിടക്കുന്ന ലീ ജോങ്ങിനെ ചിയോൺ വിളിക്കുകയാണ്. എന്നിട്ട് അവനെ കൂട്ടി പുറത്തേക്ക് കൊണ്ടുപോയി നിന്നെ ഞാൻ പരിശീലിപ്പിക്കാം എന്ന് ചിയോൺ പറയുകയാണ്. ആദ്യം ലീ ജോങ് അത് കാര്യമാക്കിയിട്ടില്ല. എന്നാൽ ചിയോണിന്റെ വിദ്യകൾ കണ്ട് ലീ ജോങ് ഞെട്ടിപ്പോയി. അങ്ങനെ ലീ ജോങ്ങിനെ ആ രാത്രി താൻ മനസ്സിൽ കണ്ടുപിടിച്ച വിദ്യകൾ ചിയോൺ പഠിപ്പിക്കുകയാണ്. ഇദ്ദേഹമാണ് ലീ ജോങ്ങിനെ പരിശീലിപ്പിക്കുന്ന മാസ്റ്റർ. അദ്ദേഹം പുറത്തുനിന്ന് ശബ്ദം കേട്ട് നോക്കിയപ്പോൾ കാണുന്നത് അടിമയായ പയ്യൻ ലീ ജോങ്ങിനെ പരിശീലിപ്പിക്കുന്നതാണ്. അദ്ദേഹം അത്ഭുതപ്പെട്ടു. അദ്ദേഹം അതിൽ ഇടപെടാനൊന്നും പോയിട്ടില്ല. പകരം അത്ഭുതത്തോടെ അത് നോക്കി നിന്നു. അടുത്ത ദിവസം മുതൽ മാസ്റ്റർ ലീ ജോങ്ങിനെ ട്രെയിൻ ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് നന്നായിട്ട് കണ്ടു. സകല ക്രെഡിറ്റ്സും നമ്മുടെ ചിയോണിനാണ്. ലീ ജോങ് ഇപ്പോൾ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ രാത്രികളും അവര് രണ്ടുപേരും ഒരുമിച്ച് ട്രെയിൻ ചെയ്യാൻ ആരംഭിച്ചു. ഇപ്പോൾ അവര് വളർന്നു വലുതായി. അവര് വളർന്നപ്പോൾ അവർ തമ്മിലുള്ള സുഹൃത്ത് ബന്ധവും വളർന്നിട്ടുണ്ട്. സോ ഇന്നാണ് ആ വലിയ ദിവസം. അതായത് ഇന്ന് ലീ ജോങ്ങിന് മിലിറ്ററി എക്സാം നടക്കുന്നുണ്ട്. അതിൽ വിജയിച്ചാൽ അവരുടെ കൊട്ടാരത്തിന് തന്നെ വലിയ അഭിമാനമായിരിക്കും. എന്നാൽ ലീ ജോങ്ങിന് നല്ല പേടിയുണ്ട്. നീ പേടിക്കൊന്നും വേണ്ട, നീ എന്തായാലും വിജയിക്കും എന്നൊക്കെ പറഞ്ഞ് ലീ ജോങ്ങിന് ചിയോൺ മോട്ടിവേഷൻ കൊടുത്തു. പക്ഷേ ലീ ജോങ് പരാജയപ്പെട്ടു. മാസ്റ്റർ ഇപ്പോൾ നല്ല ദേഷ്യത്തിലാണ്. അപ്പോൾ മാസ്റ്ററിന്റെ കാലിൽ വീണ് ചിയോൺ ഒരു കാര്യം പറയുകയാണ്. മാസ്റ്റർ, താങ്കൾ സമ്മതിക്കുകയാണെങ്കിൽ അടുത്ത എക്സാമിന് ലീ ജോങ്ങിന്റെ പേരിൽ ഞാൻ പോയിക്കോളാം. ആരും ഇത് അറിയാനായി പോകുന്നില്ല. പകരം എന്നെ കൊട്ടാരത്തിലെ അടിമ എന്ന സ്ഥാനത്ത് നിന്ന് മോചിപ്പിച്ചാൽ മതി. മാസ്റ്റർ അതിന് സമ്മതിച്ചു. അടുത്ത എക്സാമിന് ലീ ജോങ്ങിന്റെ
പേരിൽ ചിയോനാണ് ഫൈറ്റ് ചെയ്യാനായിട്ട് പോയത്. അങ്ങനെ ചിയോൺ വിജയിക്കുകയും ചെയ്തു. കൊട്ടാരത്തിന് അഭിമാനമായി. അപ്പോൾ ആ എക്സാം വിജയിച്ചത് കൊണ്ട് ലീ ജോങ്ങിന് വളരെ പവർഫുൾ ആയിട്ടുള്ള വാളും നീല നിറത്തിലുള്ള റോബും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ തന്റെ കഴിവ് കൊണ്ടല്ല ഇത് നേടിയത്, ചിയോനാണ് ഇത് നേടിയത്. അതുകൊണ്ട് തന്നെ ലീ ജോങ്ങിന് തല ഉയർത്തി അഭിമാനത്തോടെ നിൽക്കാൻ നാണക്കേടാണ്. അന്ന് രാത്രി ലീ ജോങ് ചിയോണിന്റെ മുറിയിലേക്ക് ചെല്ലുകയും താൻ കാരണം തനിക്ക് ലഭിച്ച ബ്ലൂ റോബ് ചിയോണിനെ ധരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ചിയോണ് അത് ലീ ജോങ്ങിന് തന്നെ തിരികെ നൽകി. സോ ചിയോണ് ഇപ്പോൾ സ്വതന്ത്രനാവുന്ന സന്തോഷത്തിലാണ്. അന്ന് രാത്രി ലീ ജോങ്ങും ഭാര്യയും സംസാരിക്കുകയാണ്. ലീ ജോങ്ങിന് ഒരു ആൺകുഞ്ഞുമുണ്ട്. ഭാര്യയ്ക്ക് തന്റെ ഭർത്താവ് ഒരു അടിമയുടെ കൂടെ സുഹൃത്ത് ബന്ധം വെക്കുന്നത് തീരെ ഇഷ്ടമല്ല. അപ്പോൾ പുള്ളിക്കാരി പറയാണ്, താങ്കൾ എന്തിനാണ് ഒരു അടിമയെ സുഹൃത്തായി കാണുന്നത്? അവൻ വെറും ഒരു അടിമയാണ്, അവനെയൊന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല, അത് നമ്മുടെ കുടുംബത്തിന് തന്നെ നാണക്കേടാണ്. എന്നാൽ ഭാര്യ പറയുന്നത് കേൾക്കാൻ ലീ ജോങ് തയ്യാറല്ല. ലീ ജോങ്ങിന് വലുത് തന്റെ സുഹൃത്ത് തന്നെയാണ്. എന്നാൽ ഇവിടെയാണ് മാസ്റ്റർ ചതിച്ചത്. ലീ ജോങ്ങിന് വേണ്ടി എക്സാം ചിയോൺ വിജയിച്ചാല് ചിയോണിനെ മോചിപ്പിക്കാം എന്ന് മാസ്റ്റർ വാക്ക് കൊടുത്തതാണ്. എന്നാൽ മാസ്റ്റർ ലീ ജോങ്ങിനോട് പറയാണ്, അവനെ മോചിപ്പിക്കാൻ ആവത്തില്ല, കാരണം അവനെ മോചിപ്പിച്ചാൽ നീ എങ്ങനെയാണ് വിജയിച്ചത് എന്ന് ജനങ്ങൾ അറിയും. അപ്പോൾ ലീ ജോങ്ങിന് ദേഷ്യം വന്നു. മാസ്റ്റർ, താങ്കളല്ലേ അവന് വാക്ക് കൊടുത്തത്, താങ്കൾക്ക് എങ്ങനെ വാക്ക് തെറ്റിക്കാൻ തോന്നുന്നു? എന്നാൽ മാസ്റ്റർ അതൊന്നും കേൾക്കാൻ തയ്യാറല്ല. അപ്പോൾ മാസ്റ്റർ തന്നെ ചതിച്ചത് ചിയോൺ മനസ്സിലാക്കിയപ്പോൾ ചിയോണിന് ലീ ജോങ്ങിനോട് ദേഷ്യം വന്നു. എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് ഞാൻ ഈ കൊട്ടാരം വിടുമെന്ന് ലീ ജോങ്ങിനോട് ചിയോൺ പറഞ്ഞു. അപ്പോൾ ലീ ജോങ് തന്റെ വാൾ ചിയോണിന് സമ്മാനിക്കുകയാണ്. ഇത് എനിക്ക് അവകാശപ്പെട്ടതല്ല, ഇത് നിന്റേതാണ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നീ രക്ഷപ്പെട്ടോളൂ എന്നും ലീ ജോങ് പറഞ്ഞു. ഞാൻ ഇപ്പോഴും നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണോ എന്ന് ചിയോൺ ചോദിച്ചപ്പോൾ അതെ, നീ എന്നും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയായിരിക്കുമെന്ന് ലീ ജോങ് പറയുകയാണ്. ഇനി എന്ത് സംഭവിച്ചു? ചിയോൺ കൊട്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മാസങ്ങൾക്ക് ശേഷം കൊട്ടാരത്തിലെ പടയാളികൾ ചിയോണിനെ കണ്ടെത്തുകയും പിടികൂടുകയും ചെയ്തു. എന്നിട്ട് ചിയോണിനെ രാജാവിന്റെ മുന്നിൽ കൊണ്ടുവന്നു. മാസങ്ങൾക്ക് ശേഷം ചിയോണിനെ കൊട്ടാരത്തിൽ കണ്ടപ്പോൾ ലീ ജോങ് ഷോക്കായി പോയി. ചിയോണ് തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ തെറ്റിദ്ധരിച്ചു. അവനും കൂടി അറിഞ്ഞിട്ടാണ് തന്നെ പടയാളികൾ പിടിച്ചുകൊണ്ട് വന്നത് എന്ന്. രാജാവിന്റെ മുന്നിൽ വെച്ച് ലീ ജോങ്ങിന് അടിമയായ ചിയോണിനെ സുഹൃത്തായി കാണാൻ പറ്റില്ല. അതുകൊണ്ട് അവന് നേരെ ലീ ജോങ് വാൾ ചൂണ്ടുകയാണ്. അപ്പോൾ തന്നെ തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ചതിച്ചു എന്ന് തെറ്റിദ്ധരിച്ച ചിയോണ് ദേഷ്യത്തിൽ പറയാണ്, എന്നെ നീ കൊല്ലുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൊല്ലണം, അല്ലെങ്കിൽ ഞാൻ ഈ കൊട്ടാരത്തിലെ എല്ലാവരെയും ഓരോരുത്തരുമായിട്ട് കൊന്നുകളയും. നിന്റെ ഭാര്യയും കുട്ടിയെ പോലും ഞാൻ വെറുതെ വിടില്ല എന്ന് ചിയോണ് ലീ ജോങ്ങിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട ലീ ജോങ്ങിന്റെ ഭാര്യയ്ക്ക് പേടിയായി. എന്തായാലും ലീ ജോങ് ചിയോണിനെ കൊന്നിട്ടില്ല, പകരം കൊട്ടാരത്തിലെ ജയിലിൽ അടക്കുകയാണ് ചെയ്തത്. ഇനിയാണ് കഥയിൽ വലിയ വലിയ സംഭവങ്ങൾ നടക്കാനായിട്ട് പോകുന്നത്. ഗൈസ്, ഒരു കാര്യം പറയട്ടെ, ഒരുപാട് മണിക്കൂറുകൾ ചിലവഴിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നത്. എന്നാൽ ഭൂരിഭാഗം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്കായി കൊണ്ടുവരാൻ അതെനിക്ക് വലിയ ഒരു മോട്ടിവേഷൻ തന്നെയായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ബാക്ക് ടു ദി സ്റ്റോറി. ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണ് ജപ്പാൻ. അപ്പോൾ ആ രാജ്യവുമായി യുദ്ധം പ്രഖ്യാപിക്കാൻ ജപ്പാനീസ് സൈന്യം കടൽ വഴി വരുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ രാജാക്കന്മാര് അവരുമായിട്ട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങുകയാണ്. ലീ ജോങ് തന്റെ ഭാര്യയോടും കുട്ടിയോടും യാത്ര പറഞ്ഞ് യുദ്ധം ചെയ്യാനായി പുറപ്പെട്ടു. ഇപ്പോൾ കൊട്ടാരത്തിൽ വളരെ കുറച്ച് പടയാളികൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും യുദ്ധത്തിനായി പുറപ്പെട്ടു. അപ്പോൾ ആ കൊട്ടാരത്തിലെ അടിമകൾക്ക് മനസ്സിലായി അവർക്ക് രാജകുടുംബത്തോട് പ്രതികാരം ചെയ്യാൻ ഇത് തന്നെയാണ് തക്ക സമയമെന്ന്. അങ്ങനെ ഈ അടിമകൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ കൊട്ടാരത്തിലുള്ളവരുമായി യുദ്ധം ചെയ്യുകയാണ്. അവരെയൊക്കെ കൊന്നുകളയുകയും കൊട്ടാരത്തിന് തീ വെക്കുകയും ചെയ്തു. ലീ ജോങ്ങിന്റെ മാസ്റ്റർ അവിടെ വന്നപ്പോൾ ഈ അടിമകൾ എല്ലാവരും കൂടി അദ്ദേഹത്തെയും കൊന്നിട്ടുണ്ട്. ഇവിടെ ജയിലിൽ കിടക്കുന്ന ചിയോണ് മനസ്സിലാകുന്നില്ല എന്താണ് പുറത്ത് നടക്കുന്നത് എന്ന്. അവൻ തന്നെ ലോക്ക് ചെയ്ത സെല്ലിൽ നിന്ന് പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടപ്പോൾ കാണുന്നത് കൊട്ടാരം നിന്ന് കത്തുന്നതാണ്. ഇതൊക്കെ ചെയ്തത് ജപ്പാനീസ് സൈന്യമല്ല, അടിമകളാണ് എന്ന് ചിയോണിന് മനസ്സിലായി. ലീ ജോങ്ങും കൊല്ലപ്പെട്ടു എന്ന് കരുതി ലീ ജോങ്ങിന്റെ മുറിയിലേക്ക് പോയപ്പോൾ അവിടെ ലീ ജോങ് ഇല്ല. ചിയോണ് ലീ ജോങ്ങിന്റെ ബ്ലൂ റോബും വാളും എടുത്തിട്ടുണ്ട്. അങ്ങനെ നടന്നു വരുമ്പോൾ ലീ ജോങ്ങിന്റെ ഭാര്യയും കുട്ടിയും ചിയോണ് കണ്ടു. പുള്ളിക്കാരിയുടെ വിചാരം അടിമകൾക്ക് നേതൃത്വം നൽകിയത് ചിയോണാണ് എന്നാണ്. പുള്ളിക്കാരി തീയുടെ അടുത്തേക്കാണ് നടക്കുന്നത്. പ്ലീസ്, ഞാൻ തന്നെ രക്ഷിക്കാം എന്ന് ചിയോൺ പറഞ്ഞപ്പോൾ ഇതൊക്കെ ചെയ്തത് തന്നെ നീയാണ്, അതേപോലെ ഒരു അടിമയെ ഞാൻ വിശ്വസിക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ലീ ജോങ്ങിന്റെ ഭാര്യ കുഞ്ഞിനെയും പിടിച്ച് തീയിലേക്ക് എടുത്ത് ചാടുകയാണ്. ഇത് കണ്ട് ചിയോണ് സങ്കടമായി. എന്തായാലും ചിയോണ് കൊട്ടാരത്തിൽ നിന്ന് ഒരു കുതിരയും എടുത്താണ് രക്ഷപ്പെട്ടത്. അപ്പോൾ ഒരു പടയാളി ഇത് കണ്ടിട്ടുണ്ട്. യുദ്ധത്തിനായി പുറപ്പെട്ട രാജാവും സംഘവും കാണുന്നത് ദൂരെയുള്ള അവരുടെ കൊട്ടാരം കത്തുന്നതാണ്. രാജാവിന്റെ സകല കെട്ടിടങ്ങളും അടിമകൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കത്തി നശിപ്പിക്കുന്നുണ്ട്. അവിടേക്ക് കുതിരപ്പുറത്തെത്തിയ ചിയോണിനെ ഈ അടിമകൾ എല്ലാവരും അവരുടെ ലീഡറായിട്ട് കണ്ടു. കാരണം അവർക്ക് എല്ലാവർക്കും അറിയാം ചിയോൺ എത്രത്തോളം സ്കിൽഡ് ആണ് എന്ന്. എന്തായാലും രാജാവും പടയാളികളും അവരെ ഇനി വെറുതെ വിടത്തില്ല എന്ന് ചിയോണിനെ അറിയാം. അതുകൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നത് ചിയോനാണ്, അവരുടെ ലീഡറായിട്ട്. ചിയോൺ കുതിരപ്പുറത്ത് കൊട്ടാരത്തിൽ നിന്ന് പോകുന്നത് കണ്ട പടയാളി ലീ ജോങ്ങിന്റെ അടുത്ത് വന്ന് ഈ കാര്യം പറയുകയാണ്. ഇതെല്ലാം ചെയ്തത് ചിയോനാണ്,
എന്റെ ഭാര്യയും കുട്ടിയും ജീവനോടെ ഉണ്ടോ എന്ന് ലീജോങ് ചോദിച്ചപ്പോൾ ഇല്ല, അവരെയും അവന് കത്തിച്ചു കൊന്നു കളഞ്ഞു എന്ന് പടയാളി പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ ലീജോങ്ങിന് തന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ചിയോണിനോട് തീർത്താ തീരാത്ത പകയാണ്. ഇനി ജപ്പാനീസ് സൈന്യം രാജ്യത്ത് എത്തിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് സംഭവിച്ചത്? രാജാവും സംഘവും ജപ്പാനീസ് സൈന്യത്തിന് കണ്ടുപിടിക്കാനാവാത്ത ഒരു സ്ഥലത്താണ് ഒളിച്ചു നിൽക്കുന്നത്. എന്നാൽ അവിടെ അവരെ ആക്രമിക്കാൻ അടിമകൾ അഥവാ ജനങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രാജകുടുംബവും ജനങ്ങളും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. അതിൽ ഒരുപാട് ജനങ്ങൾ കൊല്ലപ്പെടുന്നുമുണ്ട്. എന്നാൽ മറുവശത്തും നമ്മുടെ ചിയോണും സംഘവും നിൽക്കുന്ന സ്ഥലത്താണ് ജപ്പാനീസ് സൈന്യം എത്തിയിട്ടുള്ളത്. അവരെ എങ്ങനെ തിരിച്ച് അറ്റാക്ക് ചെയ്യണമെന്ന് ചിയോണ് തന്റെ ആൾക്കാർക്ക് നേതൃത്വം കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു മികച്ച യുദ്ധം തന്നെയാണ്. ജപ്പാനീസ് സൈന്യത്തെ ഓൾമോസ്റ്റ് എല്ലാവരും ചിയോൺ തനിച്ചാണ് കൊന്നു കളയുന്നത്. അപ്പോൾ അതൊക്കെ ജാപ്പനീസ് സൈന്യത്തിന്റെ നേതാവായ ഗെൻഷിൻ എന്ന ഇദ്ദേഹം കാണുന്നുണ്ട്. അദ്ദേഹം ഞെട്ടിപ്പോയി. ആരാണ് ഈ നീല റോബ് ധരിച്ചവൻ? ബ്ലൂ റോബ് ധരിച്ച് യുദ്ധം ചെയ്യുന്ന ചിയോണിനെ ജാപ്പനീസ് സൈന്യം വിശേഷിപ്പിച്ചത് ബ്ലൂ റോബ്ഡ് ഗോഡ് എന്നാണ്, അഥവാ നീല റോബ് ധരിച്ച ദൈവം എന്നാണ്. ഫൈനലി ഇവിടെ ജാപ്പനീസ് സൈന്യത്തിന്റെ നേതാവായ ഗെൻഷിനും ചിയോണുമാണ് ഏറ്റുമുട്ടാനായി പോകുന്നത്. ആ ഫൈറ്റ് നടക്കുന്ന സമയം ചിയോണിന്റെ വാൾ വെള്ളത്തിലേക്ക് വീഴാനായി പോവുകയാണ്. അപ്പോൾ ചിയോണ് അത് ചാടിപ്പിടിക്കുകയും അത് വെച്ച് ഗെൻഷിന്റെ തല വെട്ടാനായി ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഗെൻഷിന്റെ തലയല്ല, മാസ്കിന്റെ ഒരു കൊമ്പാണ് ചിയോണ് വെട്ടിയിട്ടുള്ളത്. ഈ യുദ്ധം അവസാനിച്ച് 7 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഈ രാജ്യം നോക്കുകയാണെങ്കിൽ കൊടും പട്ടിണിയിലാണ്. ജനങ്ങൾക്ക് ആർക്കും തന്നെ താമസിക്കാൻ വീടുമില്ല, ഭക്ഷിക്കാൻ ഭക്ഷണവുമില്ല, എന്തിന് കുടിക്കാൻ നല്ല വെള്ളം പോലുമില്ല. അതായത് രാജ്യം വലിയ പ്രതിസന്ധിയിലായി. ചിയോണും സംഘവും കുറെ ദൂരെയുള്ള ഒരു ക്യാമ്പിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അവരുടെയൊക്കെ നേതാവ് നമ്മുടെ ചിയോൺ തന്നെയാണ്. 7 വർഷം പിന്നിട്ടിട്ടും ലീജോങ് ഇപ്പോഴും അന്വേഷിക്കുന്നത് ചിയോണിനെ തന്നെയാണ്, അവനോട് പ്രതികാരം ചെയ്യാൻ. ജനങ്ങൾ എല്ലാവരും പട്ടിണിയിലാണെങ്കിൽ കൂടി രാജാവ് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും കൊട്ടാരം പുനർനിർമ്മിക്കാനുള്ള പദ്ധതിയിലാണ്. ലീജോങ് അപ്പോൾ രാജാവിനോട് ജനങ്ങളുടെ കാര്യം നമ്മൾക്ക് ആദ്യം നോക്കിയാൽ പോരെ, എന്നിട്ട് പോരെ കൊട്ടാരം പണിയുന്നത് എന്ന് ചോദിച്ചപ്പോൾ രാജാവിന് ദേഷ്യം വന്നു. ആദ്യം കൊട്ടാരം എന്നിട്ട് മതി ജനങ്ങൾ എന്നായിരുന്നു രാജാവിന്റെ നിലപാട്. ഇപ്രാവശ്യം അദ്ദേഹം കെട്ടുന്നത് 600-ലധികം മുറികളുള്ള കൊട്ടാരമാണ്. ജനങ്ങൾ ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ രാജാക്കന്മാർ മാത്രം നല്ല ആഡംബരമായിട്ട് ഭക്ഷണം കഴിക്കുന്നു. ഇവിടെ രാജാവിനോട് ഒരു പടയാളി കാല് പിടിച്ച് പറയുകയാണ്, രാജാവേ, നമ്മുടെ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുകയാണ്, അവർക്ക് കുടിക്കാൻ നല്ല വെള്ളം പോലും ലഭിക്കുന്നില്ല. ഈ സമയത്ത് രാജാവ് കൊട്ടാരം പണിയുന്നത് ശരിയല്ല, ദയവ് ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി താങ്കൾ എന്തെങ്കിലും ചെയ്തേ മതിയാവും, ഇതെന്റെ അപേക്ഷയാണ്. അപ്പോൾ രാജാവ് പറയാണ്, ഇതേ ജനങ്ങൾ തന്നെയല്ലേ എന്റെ കൊട്ടാരം നശിപ്പിച്ചത്, അവർ അനുഭവിക്കട്ടെ. എനിക്ക് എന്റെ സ്വന്തം ജനങ്ങളോട് മാത്രമല്ല വെറുപ്പ്, ഇവിടെയുണ്ടായ ഒരു അടിമ പട്ടിയിലെ ചിയോൺ, അവനെയാണ് എനിക്ക് വേണ്ടത്. ചിയോണിന്റെ സംഘത്തിലെ ഒരു പയ്യനാണ് കിദ്ദോ. ജാപ്പനീസ് സൈന്യം തിരിച്ച് ഇവിടെ എത്തിയതായി കിദ്ദോ കണ്ടു. അവൻ അങ്ങനെ ഓടിച്ചെന്ന് ഈ വിവരം ചിയോണിനോട് പറയുകയാണ്. അപ്പോൾ ആ ജാപ്പനീസ് ആളുകളെ പിടികൂടാനായി ഇവര് പ്ലാൻ തയ്യാറാക്കുകയാണ്. ഇനി ഈ ജാപ്പനീസ് സൈന്യം ഇവിടെ എത്തിയതിന് ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണ് എന്ന് കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. സോ ജാപ്പനീസ് സൈന്യത്തെ ചിയോണിന്റെ സൈന്യം ചുറ്റും വളഞ്ഞുകൊണ്ട് ട്രാപ്പ് ആക്കുകയാണ്. പിന്നീട് ജാപ്പനീസ് സൈന്യവും ചിയോണിന്റെ സൈന്യവും ഏറ്റുമുട്ടുകയാണ്. അപ്പോൾ ഇദ്ദേഹം ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ജാപ്പനീസ് സൈന്യത്തിന്റെ നേതാവായ ഗെൻഷിനാണ്. അദ്ദേഹം ചിയോണും ഇപ്പോൾ 7 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഏറ്റുമുട്ടുകയാണ്. ആ ഏറ്റുമുട്ടലിൽ അവസാനം ചിയോണ് ഗെൻഷിനെ പരാജയപ്പെടുത്തി. എന്നാൽ അദ്ദേഹത്തെ കൊന്നിട്ടില്ല. പകരം ഗെൻഷിനെയും അദ്ദേഹത്തിന്റെ സൈന്യത്തെയും ഒന്നിച്ച് ഒരു കൂട്ടിൽ അടച്ചു പൂട്ടുകയാണ്. അവര് സഞ്ചരിച്ച കുതിരപ്പുറത്ത് എന്താണ് ഉള്ളത് എന്ന് നോക്കിയപ്പോൾ അത് വളരെയധികം വിലപിടിപ്പുള്ള സ്വർണ്ണ നാണയങ്ങളും സ്വർണ്ണ ശില്പങ്ങളുമാണ്. അപ്പോൾ ചിയോണിന് മനസ്സിലായി ഗെൻഷിനും സൈന്യവും എന്തിനാണ് ഇവിടത്തേക്ക് വീണ്ടും തിരിച്ചു വന്നത് എന്ന്. അത് വർഷങ്ങൾക്ക് മുൻപ് അവര് ഒളിപ്പിച്ചു വെച്ച നിധി എടുത്തുകൊണ്ടു പോകാനാണ്. അന്ന് രാത്രി ചിയോണും സൈന്യവും ചർച്ച ചെയ്യുകയാണ് ഈ ജാപ്പനീസ് സൈന്യത്തെ എന്ത് ചെയ്യണം, അവരുടെ നിധി ആർക്ക് കൈമാറണം എന്നൊക്കെ. അപ്പോൾ ജനറൽ ഓഫീസറായ ദിയോക്ക് പറയാണ്, നമ്മൾ തിരിച്ചു രാജകൊട്ടാരത്തിലേക്ക് പോകണം. രാജാവിന് ഈ ശത്രുക്കളായ ജാപ്പനീസ് സൈന്യത്തെ ഏൽപ്പിച്ചാൽ അദ്ദേഹം ഉറപ്പായിട്ടും ഞങ്ങളെ സഹായിക്കും. അപ്പോൾ എല്ലാവരും ദിയോക്ക് പറഞ്ഞ കാര്യത്തിന് സമ്മതിച്ചു. എന്നാൽ ബിയോം ദോങ് എന്ന ഈ സ്ത്രീ മാത്രം അതിന് സമ്മതിക്കുന്നില്ല. പുള്ളിക്കാരി മാത്രമാണ് അത് എതിർക്കുന്നത്. രാജാവ് ഒരു ക്രൂരനാണ്, അങ്ങേര് ഒരിക്കലും സാധാരണക്കാരായ ജനങ്ങളെ സഹായിക്കാനായിട്ട് പോകുന്നില്ല എന്നൊക്കെയാണ് ബിയോം ദോങ് പറയുന്നത്. എന്നാൽ പുള്ളിക്കാരി പറയുന്നത് ആരും കേൾക്കാൻ തയ്യാറല്ല. അങ്ങനെ അടുത്ത ദിവസം ജനറൽ ഓഫീസർ ദിയോക്കും ചിയോണും സൈന്യവും തിരിച്ചു നാട്ടിൽ രാജാവിനെ കാണാനായിട്ട് എത്തുകയാണ്. അവിടെയുള്ള ജനങ്ങളൊക്കെ ചിയോണിനെ കണ്ടപ്പോൾ ഒരു രാജാവിനെ സ്വീകരിക്കുന്നത് പോലെയാണ് സ്വാഗതം ചെയ്യുന്നത്. വർഷങ്ങൾക്ക് ശേഷം തന്റെ ബെസ്റ്റ് ഫ്രണ്ടായ അഥവാ ഇപ്പോൾ തന്നെ ശത്രുവായ ചിയോണ് തിരിച്ചു നാട്ടിലെത്തിയത് കണ്ടപ്പോൾ ലീജോങ്ങിന് സന്തോഷമായി. ഇത് തന്നെയാണ് അവനോട് പ്രതികാരം ചെയ്യാൻ തക്ക സമയം. രാജാവിന്റെ പടയാളികൾ ചിയോണിനെ മെയിൻ ഗേറ്റ് വഴി അകത്തേക്ക് കയറാൻ സമ്മതിച്ചിട്ടില്ല. അവര് ദിയോക്കിന് മാത്രമാണ് അനുവാദം നൽകിയത്. അങ്ങനെ അദ്ദേഹം തനിച്ചാണ് രാജാവിനെ കാണാനായിട്ട് അകത്തേക്ക് പോയത്. എന്നാൽ ഇവിടെയാണ് ആ ചതി നടന്നത്. പടയാളികൾ എല്ലാവരും ദിയോക്കിന് നേരെ തിരിഞ്ഞു. രാജാവും കൂട്ടരും അവരെ ചതിച്ചു എന്ന് ദിയോക്കിന് മനസ്സിലായി. എന്നാൽ തന്നെ കൊല്ലാനായി വരുന്ന ഓരോ പടയാളികളെയും ദിയോക്ക് തിരിച്ചറിഞ്ഞു.
തിരിച്ച് അറ്റാക്ക് ചെയ്ത് കൊന്നു കളയുകയാണ്. ഇവിടെ ചിയോണിയും മറ്റു പടയാളികൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിയോണിന് മനസ്സിലായി അവര് ചതിക്കപ്പെട്ടു എന്ന്. അങ്ങനെ ചിയോണും തനിക്ക് നേരെ വരുന്ന രാജാവിന്റെ പടയാളികളെയൊക്കെ കൊന്നു കളയുന്നുണ്ട്. ചിയോണ് അങ്ങനെ അതിസാഹസികമായിട്ട് തന്നെ ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ജനറൽ ഓഫീസറായ ദിയോക്ക് ഇവിടെ പടയാളികളുമായി ഏറ്റുമുട്ടുമ്പോൾ ആരോ അദ്ദേഹത്തിന്റെ കയ്യിൽ വെടിവെച്ചു. അത് ലീ ജോങ് ആണ്. രാജാവ് ദിയോക്കിനെ ചോദ്യം ചെയ്തു. അപ്പോൾ നീയാണല്ലേ ചിയോൺ എന്ന അടിമ പട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്ന് ധൈര്യത്തോടെ രാജാവിന്റെ മുഖത്ത് നോക്കി ദിയോക്ക് മറുപടി കൊടുത്തു. രാജാവ് ദിയോക്കിന്റെ തല വെട്ടി കൊന്നുകളഞ്ഞു. ജനങ്ങൾക്ക് കാണാൻ വേണ്ടി ദിയോക്കിന്റെ തല രാജാവ് തെരുവിൽ കെട്ടിത്തൂക്കുകയാണ്. അപ്പോൾ അവിടെ ചാക്കിന്റെ അകത്ത് ഒളിച്ചിരിക്കുന്ന ചിയോണ് ഇതൊക്കെ കാണുന്നുണ്ട്. രാജകുടുംബത്തോടുള്ള തന്റെ പക ചിയോണിന് ഇപ്പോൾ നല്ലോണം കൂടി. ഇതൊക്കെ ലീ ജോങ് കൂടി കൂട്ടി നിന്നിട്ടാണ് ചെയ്തത് എന്ന് കൂടി ചിയോൺ മനസ്സിലാക്കിയിട്ടുണ്ട്. അന്ന് രാത്രി ലീ ജോങ് തന്റെ പാലസിൽ തിരിച്ചെത്തിയപ്പോൾ കാണുന്നത് അവിടെയുള്ള സകല പടയാളികളും ചത്തുകിടക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ചെയ്തത് ചിയോനാണ്. ചിയോൺ ഇവിടെ ലീ ജോങ്ങിനെയാണ് കാത്തു നിൽക്കുന്നത്. അങ്ങനെ ഇവിടെ അവര് രണ്ടുപേരുമാണ് പിന്നീട് ഏറ്റുമുട്ടുന്നത്. അപ്പോൾ ഈ ഏറ്റുമുട്ടലിൽ ചിയോണ് ലീ ജോങ്ങിനെ പരാജയപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ അവന് തന്നെ സ്വന്തം കൂട്ടുകാരനെ കൊല്ലാൻ മനസ്സ് വന്നിട്ടില്ല. അങ്ങനെ ലീ ജോങ്ങിനെ കൊല്ലാതെ ചിയോൺ അവിടുന്ന് പോവുകയാണ്. തെരുവിൽ ദിയോക്കിന്റെയും പല ആൾക്കാരുടെയും തലകൾ തൂക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ തലകൾ ഒന്നും ഇപ്പോൾ ഇവിടെ കാണുന്നില്ല. ആ തലകളൊക്കെ ചിയോൺ എടുത്തിട്ടുണ്ട്. അങ്ങനെ ആ തലകളുമായിട്ടാണ് ചിയോൺ തന്റെ സ്ഥലത്തേക്ക് തിരിച്ചു പോകുന്നത്. രാജാവ് ഇപ്പോൾ നല്ല ദേഷ്യത്തിലാണ്. കാരണം ചിയോണിനെ അത്രയും അടുത്ത് കിട്ടിയിട്ട് പോലും ആർക്കും അവനെ വധിക്കാനേ സാധിച്ചിട്ടില്ല. എന്നാൽ അവനാണെങ്കിലോ ഒരുപാട് പടയാളികളെ കൊല്ലുകയും അതേപോലെ തലകളും കൊണ്ടുപോയി. രാജാവ് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കി. ജാപ്പനീസ് സൈന്യം എത്തിയത് നിധിയെടുക്കാൻ വേണ്ടിയാണ്. എന്നാൽ അവരെടുത്തത് വളരെ കുറച്ച് വിലപിടിപ്പുള്ള വസ്തുക്കൾ മാത്രമാണ്. ബാക്കിയുള്ള നിധി എവിടെയാണ് എന്ന് ആകെ അറിയുന്നത് ഗെൻഷിന് മാത്രമാണ്. അതുകൊണ്ട് അവനെയും അവന്റെ സൈന്യത്തെയും നമ്മുടെ കൂടെ കൂട്ടാമെന്നാണ് രാജാവ് ലീ ജോങ്ങിനോട് ഇവിടെ പറയുന്നത്. അങ്ങനെ ഇവിടെ രാജാവിന്റെ സൈന്യവും അവരുടെ ശത്രുക്കളായ ജാപ്പനീസ് സൈന്യവും ഒറ്റക്കെട്ടാവുകയാണ്. അവര് ചിയോന്റെ സൈന്യവുമായി യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. അതിനായി ആയുധങ്ങളും തോക്കുകളും തയ്യാറാക്കിയത് ജാപ്പനീസ് സൈന്യമാണ്. ഇവിടെ ചിയോണ് തലകളുമായി തിരിച്ച് തന്റെ സ്ഥലത്തെത്തി. എന്താണ് സംഭവിച്ചതെന്ന് അവരൊക്കെ ചോദിച്ചപ്പോൾ നടന്ന കാര്യങ്ങൾ എല്ലാം സങ്കടത്തോടെ ചിയോണ് പറയുകയാണ്. അപ്പോൾ ദേഷ്യം വന്ന ബിയോം ദോങ് ചിയോണിനെ തല്ലുകയാണ്. കാരണം പുള്ളിക്കാരി ആദ്യമേ പറഞ്ഞതാണ് രാജാവ് ചതിക്കുമെന്ന്. എന്നാൽ പുള്ളിക്കാരിയുടെ വാക്ക് ആരും കേട്ടിട്ടില്ല. ഇപ്പോൾ എന്തായി? ചിയോണിന്റെ സൈന്യത്തിൽ ഇപ്പോൾ ആകെ ബാക്കിയുള്ളത് 30 അംഗങ്ങൾ മാത്രമാണ്. അവര് എങ്ങനെ രാജാവിന്റെ സൈന്യത്തെ നേരിടും? നല്ലൊരു ആയുധം പോലും ഇവരുടെ കൈവശമില്ല. അപ്പോൾ ചിയോണ് പറയാണ്, ആയുധങ്ങളല്ല യുദ്ധം ചെയ്യാൻ ആദ്യം വേണ്ടത് ധൈര്യമാണ്. അത് മാത്രം മതി ഈ യുദ്ധം നമ്മൾ വിജയിക്കാൻ. ജാപ്പനീസ് സൈന്യം നാട്ടിലെത്തിയത് നിധിയെടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ആ നിധിയെടുക്കാനായി ചിയോണ് തന്റെ സൈന്യത്തെയും കൂട്ടി ആ സ്ഥലത്തേക്ക് പോവുകയാണ്. അതിനുശേഷം രാജാവുമായിട്ട് യുദ്ധം ചെയ്യണം. പക്ഷെ ഇവിടെ ചിയോണിന്റെ സ്വന്തം സൈന്യം ചിയോണിനെ ചതിക്കുകയാണ്. അവര് ചിയോണിനും ബിയോം ദോങ്ങിനും വലയിലിട്ടു. അവര് പറയാണ്, നമ്മൾ രാജാവിനോട് യുദ്ധം ചെയ്ത് മരിക്കാൻ തയ്യാറല്ല. ഈ നിധി നമ്മൾക്ക് ആസ്വദിക്കണം. നല്ല രീതിയിൽ ഞങ്ങൾക്ക് രാജാവിനെ പോലെ ജീവിക്കണം. ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറല്ല. അപ്പോൾ ചിയോണ് അവരോട് നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ആ സൈന്യം അത് കേൾക്കാൻ തയ്യാറല്ല. അവര് ചിയോണിനെയും ബിയോം ദോങ്ങിനെയും അവിടെ മരത്തിൽ കെട്ടിയിട്ടുകൊണ്ട് നിധിയുമായി പോവുകയാണ്. എന്നാൽ കിദ്ദോ എന്ന ഈ പയ്യന് കുറച്ച് മുന്നോട്ടെത്തിയപ്പോൾ പൊട്ടിക്കരയുകയാണ്. കാരണം അവന് ചിയോണിനെ ചതിക്കാൻ മനസ്സില്ല. അതുകൊണ്ട് അവൻ തിരിച്ച് ചിയോണിനെ കെട്ടിയിട്ട സ്ഥലത്തേക്ക് തന്നെ ഓടിപ്പോവുകയാണ്. അവൻ പോട്ടെ, അവൻ ചിയോണിന്റെ വാക്ക് കേട്ട് ചാവട്ടെ, നമ്മൾക്ക് സന്തോഷത്തോടെ ജീവിതം ആസ്വദിക്കാം എന്ന് അവര് പറയുകയാണ്. അങ്ങനെ അവര് നിധിയുമായി സന്തോഷത്തോടെ നടന്നു പോവുകയാണ്. എന്നാൽ ഇവിടെ ചിയോണിനെയും സൈന്യത്തെയും കൊല്ലാൻ വേണ്ടി രാജാവിന്റെ സൈന്യം ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവര് നിധിയുമായി പോകുന്ന ചിയോണിന്റെ സൈന്യത്തെ മുഴുവനും വെടിവെച്ച് കൊല്ലുകയാണ്. കിദ്ദോ എന്ന പയ്യന് ഈ സംഭവമൊക്കെ ദൂരെ ഒളിച്ചിരുന്ന് കാണുന്നുമുണ്ട്. ലീ ജോങ്ങും ഗെൻഷിനും അവിടെ വന്ന് നോക്കിയപ്പോൾ അവിടെ ചിയോണിനെ മാത്രം കാണുന്നില്ല. കിദ്ദോ ഓടിയെത്തി ചിയോണിന്റെയും ബിയോം ദോങ്ങിന്റെയും കെട്ടയച്ചു. എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്. അതായത് എല്ലാവരും കൊല്ലപ്പെട്ടു. രാജാവിന്റെ സൈന്യവും ജാപ്പനീസ് സൈന്യവും ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ടുണ്ട്. അങ്ങനെ അവര് ഈ സൈന്യം എവിടെയാണ് പോയത് എന്ന് കണ്ടെത്തി. ഇവര് ഒളിച്ചിരുന്ന് അവർ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ ജാപ്പനീസ് സൈന്യത്തിന്റെ നിധി അവര് കൊണ്ടുപോകുന്നത് കാണാം. ഇനിയാണ് ഇവിടെ വലിയ ഒരു ട്വിസ്റ്റ് നടക്കാനായിട്ട് പോകുന്നത്. രാജാവിന്റെ സൈന്യം ജാപ്പനീസ് സൈന്യത്തെ കൂടെ കൂട്ടിയത് ഈ നിധി കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ രാജാവിന്റെ സൈന്യം ജാപ്പനീസ് സൈന്യത്തിന്റെ നേർക്ക് തോക്ക് ചൂണ്ടുകയാണ്. എന്നാൽ ഇവിടെ മറ്റൊരു ട്വിസ്റ്റ് നടന്നു. രാജാവിന്റെ സൈന്യം തോക്ക് വെച്ച് ജാപ്പനീസ് സൈന്യത്തെ വെടിവെക്കാൻ നോക്കിയപ്പോൾ ആ തോക്കിലെ ബുള്ളറ്റ് അവർക്ക് നേരെ തന്നെ വന്ന് വെടിവെച്ചവർ തന്നെ മരണപ്പെടുകയാണ്. ഇത് കണ്ട് ജാപ്പനീസ് സൈന്യം അവരെ കളിയാക്കി ചിരിച്ചു. അവര് ഇത് മുൻകൂട്ടി കണ്ടിരുന്നു. തോക്കുകൾ തയ്യാറാക്കിയത് ജാപ്പനീസ് സൈന്യമാണ്. അപ്പോൾ അവരാണ് ഈ ട്രാപ്പ് സെറ്റ് ചെയ്തത്. അങ്ങനെ ബാക്കിയുള്ള രാജാവിന്റെ സൈന്യവും ജാപ്പനീസ് സൈന്യവും ഏറ്റുമുട്ടുകയാണ്. ഗെൻഷിൻ അദ്ദേഹത്തിന്റെ ആർമർ വസ്ത്രം ധരിക്കുന്നത് കാണാം. സോ ഗൈസ്, ഇനി നമ്മൾക്ക് കഥയുടെ ക്ലൈമാക്സിലേക്ക് കടക്കാം. ഇപ്പോൾ ഇവിടെ ആകെ ബാക്കിയുള്ളത് ലീ
ജോങ്ങും പിന്നെ ഗെൻഷിനും മാത്രമാണ്. അവരാണ് അവസാനം ഏറ്റുമുട്ടുന്നത്. അവർ ഏറ്റുമുട്ടുന്ന സമയം ഗെൻഷിന്റെ മാസ്കിന്റെ മറ്റേ കൊമ്പ് ലീ ജോങ് വെട്ടുകയാണ്. പണ്ടൊരിക്കൽ ആദ്യത്തെ കൊമ്പ് വെട്ടിയത് ചിയോനാണ്. അങ്ങനെ ഗെൻഷിൻ ചോദിക്കാണ്, നീയും ആ ബ്ലൂ റോബ്ഡ് ഗോഡും തമ്മിൽ എന്താണ് ബന്ധം? നിങ്ങൾ രണ്ടുപേരും ഒരേപോലെയാണ് ഏറ്റുമുട്ടുന്നത് എന്ന്. അപ്പോൾ ഈ സമയമാണ് നമ്മുടെ കഥാനായകന്റെ എൻട്രി. സോ നമ്മൾ വിചാരിക്കും ലീ ജോങ്ങും ചിയോണും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഗെൻഷിനെ പരാജയപ്പെടുത്തുമെന്ന്. എന്നാൽ അങ്ങനെയല്ല, അവര് 3 പേരും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അതായത് അവർക്ക് 3 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയുണ്ട്. ഈ സമയം ലീ ജോങ് ദേഷ്യത്തോടെ ചിയോണിനോട് പറയുകയാണ്, നീ എന്റെ ഭാര്യയും മോനെയും കൊന്നു അല്ലെ, നിനക്ക് എങ്ങനെ അതിന് സാധിച്ചു എന്ന്. അപ്പോൾ അത് കേട്ട ചിയോണ് ഷോക്കായി പോയി. അവൻ ചോദിക്കാണ്, നീ ഇത്രയും കാലം അങ്ങനെയാണോ വിശ്വസിച്ചത്? ഞാൻ അവരെ രക്ഷിക്കാനാണ് നോക്കിയത്, എന്നാൽ നിന്റെ ഭാര്യ ഒരു അടിമയുടെ സഹായത്തിൽ രക്ഷപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം കുഞ്ഞിനെയും കൂട്ടി തീയിലേക്ക് ചാടിയതാണ്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷമാണ് ലീ ജോങ് സത്യാവസ്ഥ മനസ്സിലാക്കുന്നത്. ഈ സമയം ഗെൻഷിൻ ഓടി വന്ന് ചിയോണിനെ ചവിട്ടി ദൂരേക്ക് തെറിപ്പിച്ചു. എന്നിട്ട് ഗെൻഷിന് ലീ ജോങ്ങിനെ വെട്ടുകയാണ്. അതായത് ലീ ജോങ് ഓൾമോസ്റ്റ് മരണപ്പെടാനായി. ഇത് കണ്ട് ദേഷ്യം വന്ന ചിയോണ് ഓടിച്ചെന്ന് ഗെൻഷിനെ വെട്ടിക്കൊല്ലുകയാണ്. എന്നിട്ട് തന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അടുത്തേക്ക് ഓടിയെത്തി. അവര് രണ്ടുപേരും അവരുടെ ഉള്ളിലുണ്ടായ തെറ്റിദ്ധാരണകൾ മനസ്സിലാക്കി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് പറഞ്ഞു. മരണപ്പെടുന്നതിന് മുൻപായിട്ട് ലീ ജോങ് ചിയോണിനോട് ചോദിച്ചത്, ഇപ്പോഴും ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണോ എന്നാണ്. എന്നും നീ മാത്രമാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ചിയോൺ മറുപടി കൊടുത്തു. അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ലീ ജോങ് മരണത്തിന് കീഴടങ്ങി. തന്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്റെ മടിയിൽ കിടന്ന് മരണപ്പെട്ടത് കണ്ട് ചിയോൺ പൊട്ടിക്കരയുകയാണ്. ഇനി ഇപ്പോഴും നമ്മുടെ രാജാവ് കൊട്ടാരം പണിയുന്ന തിരക്കിലാണ്. തന്റെ പടയാളികൾ മരിച്ചതൊന്നും അദ്ദേഹത്തിന് കാര്യമല്ല. അദ്ദേഹം കാത്തു നിൽക്കുന്നത് ജാപ്പനീസ് സൈന്യം ഒളിപ്പിച്ചു വെച്ച നിധിക്ക് വേണ്ടിയാണ്. അപ്പോൾ രാജാവിന്റെ കൊട്ടാരത്തിൽ ആ നിധികൾ എത്തിയതായി കാണാം. അതൊക്കെ തുറന്നു നോക്കാൻ രാജാവിന് ആവേശമായി. എന്നാൽ അതൊക്കെ തുറന്നു നോക്കിയപ്പോൾ അതിൽ വിലപിടിപ്പുള്ള ഒന്നും തന്നെയില്ല. ആകെയുള്ളത് കല്ലുപ്പ് മാത്രമാണ്. അത് താഴെയിട്ട് നോക്ക്, ചിലപ്പോൾ അടിയിലായിരിക്കും നിധി എന്ന് രാജാവ് പറഞ്ഞു. അങ്ങനെ അവര് അത് താഴെയിട്ട് നോക്കിയപ്പോൾ ആ കല്ലുപ്പിന്റെ കൂടെ ചെറിയ ചെറിയ ചില സാധനങ്ങളുണ്ട്. അതൊക്കെ എന്താണ് എന്ന് ആദ്യം രാജാവിന് മനസ്സിലായിട്ടില്ല. രാജാവ് അത് കയ്യിലെടുത്ത് നോക്കിയപ്പോഴാണ് അത് എന്താണ് എന്ന് മനസ്സിലായത്. അതൊക്കെ തന്റെ സൈന്യത്തിന്റെ ശരീര അവയവങ്ങൾ ചെറിയ പീസായി മുറിച്ചതാണ്. അത് കണ്ട് രാജാവ് ഷോക്കായി പോയി. അപ്പോൾ നിധിയൊക്കെ ആരാണ് കൊണ്ടുപോയത്? വേറെ ആരുമല്ല, നമ്മുടെ ചിയോൺ തന്നെയാണ്. അങ്ങനെ നമ്മുടെ ചിയോൺ ജനങ്ങളുടെ ആവശ്യത്തിനായി ആ നിധി ഉപയോഗിച്ച് സ്വയം പുതിയ ഒരു നാട് കെട്ടിയുയർത്തും. അപ്പോൾ ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്.